മുത്തച്ഛ, ഇത്രയും നേരം ദേ ഈ ആദർശേട്ടനെ പാചകം ചെയ്തതേ എങ്ങനെയാണെന്നറിയാമോ? ഇയർബഡ്സ് വെച്ചിട്ടാണ്. നയനേടത്തി പറഞ്ഞു കൊടുക്കുകയായിരുന്നു എല്ലാം, ശരിക്കും പറയുകയാണെങ്കിൽ. അത് കേട്ടിട്ടാ ആദർശേട്ടൻ ഇത്രയും ചൊടിയോടുകൂടി പാചകം ചെയ്തത്. അതേസമയം കുറച്ച് മുമ്പ് ഇവർ രണ്ടുപേരും കൂടി ഉടക്കി പിരിഞ്ഞു. അതുകൊണ്ട് ദേ നയനേട്ടത്തി ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ആദർശേട്ടൻ ദേ പെട്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അനി മുത്തച്ഛൻ്റെയും എല്ലാവരുടെയും മുന്നിലേക്ക് വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ ആദർശ് ആകെ കരിഞ്ഞ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ ഡ്രസ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എല്ലാവരും നല്ല ഡ്രസ്സ് തന്നെ എടുക്കണം. ആരും വില കുറഞ്ഞ ഡ്രസ്സ് നോക്കി എടുക്കരുത്. ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഡ്രസ്സ് തന്നെ എടുക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് ഏറ്റവും അവസാനത്തെ വിവാഹമാണ് ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അതുമാത്രമല്ല, ഡ്രസ്സ് എടുക്കേണ്ടത് നയനമോളാണ്. നയനമോൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് വേണം എല്ലാവരും ഉപയോഗിക്കാനായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അത് നമ്മുടെ ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ദേവയാനി ഇങ്ങനെ നോക്കുകയാണ്, മുത്തശ്ശിയെ നോക്കിയിട്ട് പറയണം, അതെന്താ അമ്മേ ഇപ്പം ഇങ്ങനെ? ഇതിനു മുമ്പ് എന്ത് വിശേഷം ഉണ്ടായാലും ഞാനായിരുന്നല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടെന്താ ഇത്തവണ മാത്രം അതിനൊരു മാറ്റം? അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണേ, എൻ്റെ ദേവയാനി, ഇത്രയും നാൾ നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയൊരു മരുമകൾ വന്നിട്ടില്ലേ? ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് നയനമോള്. അപ്പോൾ അവൾ തന്നെ വേണം എല്ലാ കാര്യവും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ. ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, മുത്തശ്ശൻ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ് എല്ലാവർക്കും ഡ്രസ്സ് മോളെ കൊണ്ട് സെലക്ട് ചെയ്യിക്കണമെന്ന്. അതുമാത്രമല്ല, ഓരോരുത്തർക്കും ഏത് കളറായിരിക്കും കൂടുതൽ ചേരുന്നതെന്ന് എല്ലാവരെക്കാളും നന്നായിട്ട് മോൾക്കറിയാം. മോൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അപ്പോൾ ദേവയാനി പറയണേ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സെലക്ട് ചെയ്തതെല്ലാം മോശമായിരുന്നെന്നാണോ ഈ പറയുന്നത്? ദേവയാനി, അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മോള് തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമാണ്. മോള് തന്നെ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കൊക്കെ മാത്രമല്ല, അനാമികയുടെ ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം നയനമോള് തന്നെ ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ദേവയാനി പറയണേ, എനിക്ക് എന്തായാലും ഇവള് ഡ്രസ്സ് സെലക്ട് ചെയ്യണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ ജലജയും പറയാണ്, എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ എടുത്തോളാം, എനിക്ക് ഇവള് സെലക്ട് ചെയ്യുന്നത് വേണ്ട. എങ്കിൽ നിങ്ങളുടെ കാര്യം എന്തോ ആവട്ടെ, ബാക്കിയുള്ളവർക്കൊക്കെ നയനമോൾ സെലക്ട് ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നയന ഓരോന്നായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കുകയാണ്, ഒരു നല്ലൊരു അടിപൊളി സാരി എടുക്കുകയാണ്. എന്നിട്ട് നയന പറയണം, മുത്തശ്ശി ഈ സാരി നന്നായിട്ടില്ലേ, ഇത് അനാമികയ്ക്ക് നന്നായിട്ട് ചേരും എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയണം, ശരിയാ മോളെ, ആ സാരി അനാമികയ്ക്ക് നന്നായിട്ട് ചേരും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ദേവയാനി പറയണം, എനിക്കത് തീരെ പിടിച്ചില്ല, അതെ അനാമികയ്ക്ക് ചേരില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ നവ്യ പറയണ, അതെ അസൂയയും കുശുമ്പവും നിറച്ച് വെച്ചിരിക്കുന്നവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴത്തേക്ക് തോന്നില്ല, കൊള്ളാവുന്നതായിട്ട് ചേർച്ചയുള്ളതായിട്ട് തോന്നില്ല. ആ അസൂയയും കുശുമ്പവും ഒക്കെ മാറ്റി വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും അത് നന്നായിട്ട് ചേരും എന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കണം, ആർക്കാടി അസൂയ, എനിക്കാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയണ, ഇതുണ്ടല്ലോ, ഞങ്ങൾ അനന്തപുരി ഉള്ളവരാണ്. നമ്മുടെ തറവാട്ടിന് പുറത്തൊക്കെ ഒരു വിലയും നിലയൊക്കെ ഉള്ളതാണ്. നിങ്ങളായിട്ട് ഇത് കളഞ്ഞു കുടിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ തല്ലും വഴക്കൊന്നും ഉണ്ടാവല്ലേ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ജാനകി പറയാണ്, എന്തായാലും മോള് സെലക്ട് ചെയ്ത സാരി നന്നായിട്ടുണ്ട്, അനാമികയ്ക്ക് വിവാഹ സാരിയായിട്ട് അത് മതി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയാണ്, നന്നായിട്ടുണ്ട് മോളെ, എന്തായാലും നീ സെലക്ട് ചെയ്യുന്നത് മാത്രം മതി അനാമികയ്ക്ക്, നിനക്ക് എല്ലാവരുടെയും മനസ്സറിഞ്ഞ് തിരഞ്ഞെടുക്കാൻ അറിയാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നയന ഓരോരുത്തരുടേതായിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നയന ഒരു പിങ്ക് കളറിലുള്ള സാരി എടുത്ത് ഇങ്ങനെ വച്ച് നോക്കുകയാണ്. എന്നിട്ട് നയന പെട്ടെന്ന് ആലോചിക്കുകയാണ്, ആദർശേട്ടന് ഇഷ്ടാവോ ഈ സാരി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് നയന പറയണ, എന്തായാലും ആദർശേട്ടൻ ഇപ്പോൾ തുരുതുര എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയായിരിക്കും, ഞാൻ എന്തായാലും ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയല്ലേ, ഓണാക്കി നോക്കുമ്പോൾ അറിയാം 10-20 മിസ് കോളെങ്കിലും അതിൽ കാണും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, മക്കളെ, നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്ക് ആണുങ്ങൾക്ക് കൂടി സെലക്ട് ചെയ്യണം. പിന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് നല്ല ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് പോകണം എന്നിങ്ങനെ പറയുകയാണ്.
പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തപുരിയാണ്. നമ്മുടെ ആദർശാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നയനയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനി അങ്ങോട്ട് ചെല്ലുകയാണ്. സിറ്റൗട്ടിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അനി ചോദിക്കണം, എന്താ ആദർശേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്ത് പറ്റി? ആദർശേട്ടനെ അവിടെ എല്ലാവരും തിരക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ആദ്യം കണ്ട ആ ഒരു ഉത്സാഹമൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, എല്ലാവരും വരാറുമായി വരികയാണ്. എന്താ ആദർശേട്ടാ? എടാ അനി, നിന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ, നീ അത് ആരോടും പറയില്ലടാ. എന്താ ആദർശിട്ടാ, എന്ത് പറ്റി? എടാ, ഞാൻ ഇത്രയും നേരം ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്നതേ, എനിക്കൊന്നും അറിയില്ലടാ. നയന കമൻട്രി പറയുന്നത് കേട്ടിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. കണ്ടില്ല ഇയർബഡ്സ് ഇരിക്കുന്നത്? അപ്പോൾ ഉടനെ അനി പറയണ, ആഹാ, അത് കൊള്ളാലോ. നയനേട്ടത്തിയെ കണ്ടുകൊണ്ടാണ് ആദർശേട്ടൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരുന്നത് അല്ലേ? ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇപ്പം എന്തു പറ്റി? എടാ, ഇടയ്ക്ക് വെച്ച് ഞാനും അവളും കൂടി ചെറിയ തർക്കം ഉണ്ടായി. അങ്ങനെ ഞാനും അവളും കൂടി ഒന്ന് ഉടക്കി. അപ്പോൾ അവൾ അത് കാരണം ഫോൺ എടുത്ത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇനി ബാക്കി അങ്ങോട്ടൊന്നും ചെയ്യാൻ അറിയാനും പാടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതോർത്തിട്ട് ഏട്ടൻ വിഷമിക്കേണ്ട. സോഷ്യൽ മീഡിയയിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ. എടാ, സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിയാൽ കിട്ടും. പക്ഷേ അവൾ പറഞ്ഞ രീതിയിലല്ലേ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുമ്പം അതും ഇതും തമ്മിൽ മാച്ച് ആവില്ലല്ലോടാ. അത് ശരിയായിട്ടാ. അതെ, ഏട്ടന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏട്ടൻ അല്ലേലും ഉള്ളതാണ് ഈ എടുത്തുകേട്ടം. നയനേട്ടത്തിയെ പിണക്കേണ്ട ഒരു കാര്യമില്ല. ഏട്ടൻ മനഃപൂർവ്വം പിണക്കിയതല്ലേ, അപ്പോൾ ഏട്ടൻ തന്നെ അനുഭവിച്ചോ എന്നിങ്ങനെ പറയണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മളെ എല്ലാവരും, ഏട്ടനെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശൻ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടതാ ഏട്ടനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ പാചകക്കാരൻ ഏട്ടനാണ്. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ലേടാ. എടാ അനി, ഒരു കാര്യം ചെയ്യാതാലോ, നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വരുത്തിയാലോ? നടന്നത് തന്നെ. അന്നേരം വരുന്നെങ്കിൽ അച്ഛനും വല്യച്ഛനും ഒക്കെ അത് പറഞ്ഞതായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ തന്നെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യാമെന്ന് ഏറ്റതുകൊണ്ടല്ലേ. എടാ, അത് എൻ്റെ അഭിപ്രായം അല്ലായിരുന്നല്ലോ, മുത്തച്ഛൻ്റെ അഭിപ്രായം അല്ലായിരുന്നോ? ഇത് നമ്മൾ തന്നെ ഇങ്ങനെ ഫുഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് മുത്തച്ഛൻ്റെ അഭിപ്രായം അല്ലായിരുന്നോ? ഏട്ടാ, അത് എല്ലാവരും അവരെ കൊണ്ട് അറിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലായിരുന്നോ? അപ്പോൾ ഏട്ടൻ അതിൽ വന്ന് ഏറ്റെടുത്ത് ചെയ്തത് കാരണമല്ലേ ഇപ്പം എല്ലാം കുളമായിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയിലെത്തിയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആദർശ് പറയുന്നത്, ഇനിയിപ്പോൾ എന്താടാ ഒരു വഴി? നീ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വഴി ഒന്ന് ആലോചിച്ച് പറഞ്ഞു തന്നേ. ഇനിയിപ്പോൾ ഞാൻ എന്തായിട്ട് ആലോചിച്ച് പറഞ്ഞു തരാനായിട്ടുള്ളത്? ഏട്ടൻ തന്നെ എല്ലാം കുളമാക്കി വെച്ചു. ഇനിയിപ്പോൾ കീഴടങ്ങുകയേ ഉള്ളൂ രക്ഷയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഭക്ഷണം വരുത്താനാണെങ്കിൽ എന്തായാലും മുത്തശ്ശൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏട്ടൻ ഇനി ആ ഒരു കാര്യം ഇനി ചിന്തിക്കുകയൊന്നും വേണ്ട. എന്തായാലും ഏട്ടൻ ഒരു കാര്യം ആലോചിക്കും, നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ ക്യാപ്റ്റനെ നമ്മുടെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ മിക്കവാറും ഇന്ന് ചമ്മി നാറുന്ന ലക്ഷണമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, അത് തോന്നലല്ല, അത് കറക്റ്റാണ്. എന്തായാലും ഏട്ടൻ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആദർശിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ നിന്നിങ്ങനെ ഇളക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ അജയൻ പറയണം, എൻ്റെ അച്ഛാ, അത് തീ കയറുന്ന അച്ഛാ, ആ തോരനിപ്പോൾ കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയണേ, എടാ, ആദർശ് പറഞ്ഞിട്ട് പോയത് അവൻ ഇപ്പോൾ വരും, അവൻ വരുന്നത് വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കാനല്ലേ അവൻ പറഞ്ഞത്, അവൻ വരട്ടെ, അതുവരെ ഇളക്കാം. അപ്പോഴത്തേക്ക് ആദർശ് പാഞ്ഞു വരികയാണ്. എന്നിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശ, ഇത് എന്താ കാട്ടി വെച്ചത്? തീ കയറി പിടിക്കും ഉപ്പ അതിൽ എന്ന് പറഞ്ഞിട്ട് ആദർശ് തീ അങ്ങ് കുറച്ച് വയ്ക്കുകയാണ്. മാറിക്കേ മുത്തശ്ശൻ, മാറിക്കേ, ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശൻ ചോദിക്കണം, അല്ല ആദർശ്, നീ കൂടെ ഇത് എങ്ങോട്ടാണ് ഈ മുങ്ങുന്നത്? നീ ഇത് എങ്ങോട്ടാണ് മാറിപ്പോകുന്നത്? ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഇങ്ങ് വരും, എല്ലാം പകുതി വഴിക്ക് വെച്ചിട്ട് നീ ഇതെന്തായി കാണിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശൻ, എൻ്റെ മുത്തശ്ശ, ഞാനൊരു സത്യം പറയാം. നമ്മുടെ അനിയാണേ. അപ്പം മുത്തശ്ശൻ ചോദിക്കണേ, എന്താടാ? അതേ മുത്തശ്ശ, സത്യം പറഞ്ഞാൽ ആദർശേട്ടന് ഒന്നും പാചകം ചെയ്യാൻ അറിയില്ല. അറിയില്ലേ? അതേ മുത്തശ്ശ, ഇത്രയും നേരം ആദർശേട്ടൻ കാട്ടിക്കൂട്ടിയതൊക്കെ പിന്നെ ഇയർബഡ്സ് വെച്ചിട്ട് നയനേട്ടത്തി പറഞ്ഞു കൊടുത്തതൊക്കെ വെച്ചിട്ടായിരുന്നു ആദർശേട്ടൻ ഇത്രയും നേരം കാണിച്ചു വെച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് അവർ 2 പേരും കൂടി ഒന്ന് ഉടക്കിയത് കാരണം നയനേട്ടത്തി കമൻട്രി ഉപേക്ഷിച്ച് ഫോൺ ഓഫാക്കി വെച്ചിട്ട് പോയി. അതുകൊണ്ടേ ആദർശേട്ടൻ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അതറിയില്ല. എടാ ആദർശേ, നീ എൻ്റെ കൊച്ചുമക്കളിൽ കള്ളം പറയാത്തവനാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. നീ എന്നോട്ടാടാ ഇങ്ങനെ കള്ളം പറയാനായിട്ട് തുടങ്ങിയത്? നിനക്ക് ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതൊക്കെ എവിടെയാടാ നിനക്ക് നഷ്ടപ്പെട്ടത്?
നിനക്ക് ഒരു ഭാര്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഈ കള്ളത്തരങ്ങളൊക്കെ പഠിച്ചോ? എല്ലാത്തിനും നീ നയനെ ആശ്രയിക്കാൻ തുടങ്ങിയ നിന്റെ ജീവിതം ഇനി എവിടെ എത്തോടാ എന്നിങ്ങനെ മുത്തച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അജയൻ പറയാണ്, അത് അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. ഭാര്യയെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളും എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം ചെയ്യാൻ പഠിക്കണം. എല്ലാം അവരുടെ മണ്ടയിൽ വെച്ച് കൊടുക്കേണ്ട കാര്യം എന്തോന്നാണ് എന്നിങ്ങനെ നമ്മുടെ ജയൻ പറയണം. അപ്പോൾ നമ്മുടെ മുത്തച്ഛൻ പറയണം, ശരിയാണ്, ആദർശ് നയനമോൾ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിലും നല്ല ചോടിയായിട്ട് നടന്ന് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നയനമോൾ വന്നതിന് ശേഷം ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് വരച്ചു കൊടുക്കണമെങ്കിൽ പോലും മോളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇപ്പം വന്നിരിക്കുന്നത്. പിന്നെ കുറേ ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് അവിയെ കൂടി നോക്കിയിട്ടാണേ, കുറേ ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ കുറേ എണ്ണത്തിന് അവിടെ വച്ചിട്ടുണ്ട് ശമ്പളവും കൊടുത്തിട്ട്. നിനക്ക് ഇത്തിരിയെങ്കിലും കഴിവുണ്ടെങ്കിൽ നീ അതിനെയൊക്കെ ഒന്ന് നേരെ വണ്ണം മുന്നോട്ട്, അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നിർത്തിയിട്ട് നേരെ വണ്ണം കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് കമ്പനിയിലും ഇപ്പം നിന്നെ കൊണ്ട് പറ്റുന്നില്ല, വീട്ടിലും പറ്റുന്നില്ല. ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ആദർശേ ഞാൻ ഭക്ഷണം പുറത്തുനിന്നല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്താനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണ, നമുക്കിനി എന്ത് ചെയ്യാനാണ്? അപ്പോഴുടനെ അഭി പറയണ്, ഏട്ടനെ കൊണ്ട് ഇപ്പോൾ പറ്റാത്ത ഭാരമാണ് ഏട്ടൻ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. ഏട്ടന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നോക്കി ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഉടനെ ആദർശ് പറയണേ, ഇനിയും നമുക്ക് ഓൺലൈനിൽ നോക്കാം. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയണേ, വേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ ഭക്ഷണം നമ്മൾ തന്നെ കൊടുത്തേ പറ്റൂ. ആ ഒരു കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടേ ഇനിയിപ്പോൾ ഇത്തിരി കൊള്ളൂലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശിന് ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കണം, ആദർശേ നീ കേൾക്കുന്നില്ല ഈ പറയുന്നതൊക്കെ? അപ്പോൾ ആദർശ് പറയണം, അത് പിന്നെ മുത്തശ്ശ ഇപ്പം ഞാനെന്താ ഈ പറയുന്നത്? നീ ഇപ്പോൾ ഒന്നും പറയണ്ട, നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും കൂടെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ജ്വല്ലറിയിലേക്ക് വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി ചോദിക്കണം, എന്താ അമ്മേ നമുക്ക് ഇത്രയും ബ്രാഞ്ചുകളും ഒക്കെ ഉണ്ടായിട്ട് ഏറ്റവും ചെറിയ ബ്രാഞ്ചിലേക്ക് സ്വർണം പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണം, എൻ്റെ ദേവേ, ഇതേ ബ്രാഞ്ച് ചെറുതാണെങ്കിലും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നീട് വലിയ ബ്രാഞ്ചുകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ബ്രാഞ്ചിൽ വന്നാൽ മതിയെന്ന് നിൻ്റെ മുത്തശ്ശൻ്റെ തീരുമാനമാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ആടിമാസമല്ലേ, അതുകൊണ്ട് ജ്വല്ലറികളിലൊക്കെ ഭയങ്കര സെയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മൾ വന്ന് ഇരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ചെറിയ ബ്രാഞ്ചിലേക്ക് വരാമെന്ന് വിചാരിച്ചത് എന്ന് പറയണം. ബ്രാഞ്ച് ചെറുതാണെങ്കിലും നീ വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും നയനമോള് ഡിസൈൻ ചെയ്ത കളക്ഷൻസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും അത് തന്നെ സെലക്ട് ചെയ്താൽ മതി എന്ന് പറയണം. അപ്പോൾ ഉടനെ ദേവയാനി പറയണം, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ, ഇവള് സെലക്ട് ചെയ്ത ഡിസൈനൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാനതൊന്നും എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇവള് വരുന്നതിന് മുമ്പ് എല്ലാ വർഷവും ലേറ്റസ്റ്റ് മോഡലുകൾ ഒരുപാട് ഇറങ്ങുമായിരുന്നല്ലോ, അതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ലായിരുന്നല്ലോ. നമ്മളിവിടെ വന്നിട്ട് നമ്മളെ കാഴ്ചപ്പാടിന് ഇഷ്ടപ്പെടുന്നത് നോക്കിയല്ലേ നമ്മൾ എടുത്തിട്ട് പോകുന്നത്. ഇത്തവണയും അങ്ങനെ മതി. നിനക്കിഷ്ടമുള്ള കണക്ക് നീ ചെയ്തോ, ബാക്കിയുള്ളവർ നയനമോളെ ഡിസൈൻ ചെയ്തതെടുക്കും. ഈ ലോകം മൊത്തവും നയനമോളെ അംഗീകരിക്കുന്നു, എന്നിട്ടും നിനക്കാണോ ദേവയാനി പാട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാണ്, അമ്മ എന്തിനാ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അമ്മയല്ലേ കുറേ മുമ്പ് പറഞ്ഞത് വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് സംസാരിക്കണ്ടെന്ന്. സംസാരിക്കണ്ട, എങ്കിൽ ശരി വാ. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇവരെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ മാനേജറല്ല അവിടുത്തെ മെയിൻ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് പറയണം, നമസ്കാരം അമ്മേ, എല്ലാവരും വരൂ, അവിടേക്ക് ഇരിക്കൂ എന്നിങ്ങനെ പറയണം. അങ്ങനെ എല്ലാവരും വന്ന് നിരന്നിരിക്കുകയാണ്. ഓരോരുത്തരുടെയും മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ബോക്സുകളിലാക്കി നിറയെ അടിപൊളി മാലകളും നെക്ലസ്സുകളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇവിടെ വന്നിട്ടേ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യണം. പൈസയുടെ കാര്യത്തിലൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഈ ആഭരണങ്ങളുടെയൊക്കെ ക്യാഷ് അടയ്ക്കുന്നത് ട്രസ്റ്റിൽ നിന്നാണ് പിൻവലിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ഓരോന്നായിട്ട് നോക്കുകയാണ്, ഓർണമെൻറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നവ്യ പറയുകയാണ്, വീട്ടിൽ നിന്ന് വന്നപ്പോൾ പഴയ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാനുള്ളതായിരുന്നു, എങ്കിൽ മാറ്റി പുതിയതെടുക്കായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണേ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ നല്ലത് നോക്കിയെടുക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്ക്, അതിന് പഴയ ഓർണമെൻറ്റ്സ് ഒന്നും മാറ്റി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ
എന്താണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ജലജ പറയുകയാണ്, ഓ പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചാക്ക് കണക്കിന് സ്വർണം കൊണ്ടല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടല്ലോ അവൾക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നവ്യ പറയണം, ചാക്ക് കണക്കിനൊന്നും തരാനില്ലായിരുന്നെങ്കിലും എൻ്റെ അച്ഛൻ്റെ നിവർത്തിക്കുള്ളത് കണക്ക് എൻ്റെ അച്ഛൻ തന്നു തന്നെയാണ് വിട്ടത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയാണ്, ജലജേ നിനക്കൊന്നും മിണ്ടാതെ നാവടക്കി ഇരുന്നുകൂടെ എന്ന് പറയണം. അപ്പോൾ ജലജ പറയണേ, എന്താ അമ്മേ ഞാൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ കുഴപ്പം എന്നിങ്ങനെ പറയണം. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ സ്റ്റാഫുകളൊക്കെ കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നത്, ഹായ് നയന മാഡം, ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് അത്രയും നയന മാഡം ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ മാത്രം മതി എന്നാണ് പറയുന്നത്, എല്ലാവർക്കും നയന മാഡത്തിൻ്റെ ഡിസൈൻ ചെയ്ത ഓർണമെൻറ്റ്സ് മാത്രം മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ ദേവയാനിയുടെ മുഖമൊക്കെ ഇങ്ങ് കോച്ചി പിടിക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പിടിക്കുന്നില്ല പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ തന്നെ നമ്മുടെ മാനേജർ പറയുകയാണ്, ഇവിടെ വരുന്നവരൊക്കെ നയന മാഡം ഡിസൈൻ ചെയ്ത നയന മാഡത്തിൻ്റെ കളക്ഷൻസ് എന്നും പറഞ്ഞാൽ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ നവ്യ പറയണം, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നയന ഡിസൈൻസ് എന്നും പറഞ്ഞിട്ട് ആ ഓർണമെൻറ്റ്സിന് പേരിടാം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ദേവയാനി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ നവ്യ പറയണം, ഈ ലോകത്തുള്ള എല്ലാവരും നിന്നെ അംഗീകരിച്ചു നയനെ, പക്ഷേ വേറെ അസൂയയും കുശുമ്പും കൊണ്ടിരിക്കുന്ന വേറെ ചിലർക്ക് മാത്രമേ ഉള്ളൂ അതിന് ബുദ്ധിമുട്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഓർണമെൻറ്റ്സ് എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്, ഓർണമെൻറ്റ്സ് ബോക്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ദേവയാനി ഒരു മാല എടുക്കുകയാണ്. ദേവയാനി ഒരു മാല എടുത്തിട്ട് പറയുന്നത്, ഇത് കൊള്ളാം അല്ലേ ജലജെ, വളരെ നന്നായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അതെടുത്ത് കൊടുക്കുന്ന പയ്യൻ പറയുകയാണ്, ഇത് നയന മാഡം ഈ വർഷം ഡിസൈൻ ചെയ്ത പുതിയ ഓർണമെൻറ്റ്സ് ആണെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനിയുടെ ഫ്യൂസ് പോയി. അപ്പോൾ തന്നെ നമ്മുടെ ജലജയും ഒരെണ്ണം എടുക്കുകയാണ്. അപ്പോൾ തന്നെ ജലജ പറയണേ, ഇത് നന്നായിട്ടുണ്ടല്ലേ ഏട്ടത്തി. അപ്പോൾ ഉടനെ പറയണേ, ഇത് ഈ വർഷം അവാർഡ് കിട്ടിയത് ഈ ഒരു ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഡിസൈനായിരുന്നു നയനയ്ക്ക് അംഗീകാരം കിട്ടിയത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ ജലജയും പെട്ടു, ഇനി എന്താ ചെയ്യുന്നേ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ സ്റ്റാഫ് പറയുകയാണ്, ഇവിടെ കൂടുതലും ഇപ്പം വന്നിട്ടുള്ള എല്ലാം നയന മാഡം ഡിസൈൻ ചെയ്ത ഓർണമെൻറ്റ്സുകളാണ് എന്നിങ്ങനെ പറയുകയാണ്. നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. നയനയ്ക്ക് നവ്യാണെങ്കിലുണ്ടല്ലോ അതിനേക്കാൾ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശിയുടെ കാര്യം പിന്നെ പറയും വേണ്ട. ജാനകി ആണെങ്കിലുണ്ടല്ലോ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓരോരോ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഓർണമെൻറ്റ്സ് എടുക്കാതിരുന്ന ഇവള് ഡിസൈൻ ചെയ്തതായതുകൊണ്ട് ഇത് എടുക്കണ്ടെന്ന് വിചാരിക്കാം, എന്നാലും ഇപ്പോൾ പറഞ്ഞത് ഇവിടെ കൂടുതലും ഉള്ളത് ഇവള് ഡിസൈൻ ചെയ്ത ഓർണമെൻറ്റ്സുകളാണ് ഉള്ളതെന്നല്ലേ, അപ്പോൾ ഇത് എടുക്കാതെ ഞാൻ വേറൊരെണ്ണം എടുത്തു കഴിഞ്ഞാലും അതും ഇവള് ഡിസൈൻ ചെയ്തതാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവയാനി. അതേ സമയത്ത് അനന്തപുരിയിൽ ആണുങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മുത്തച്ഛൻ ഉടനെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ആദർശ് വന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ വച്ചാ എന്ന് പറഞ്ഞിട്ട് കയ്യിലെ വെള്ളയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജയനത് വായിൽ കൊണ്ടിട്ട് നേരെ പോയി കാർക്കിച്ച് തുപ്പി എന്നിട്ട് വായൊക്കെ കഴുകി അപ്പോഴേക്കും മുത്തച്ഛനെ കൊടുക്കുന്നു. മുത്തച്ഛനും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം മുത്തച്ഛൻ ചോദിക്കണം, എടാ എന്താടാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതെന്താ മല പറിച്ച് വെച്ചിരിക്കുന്നത്, ഇത് മിക്കവാറും പെണ്ണുങ്ങൾക്ക് കൊടുത്താലുണ്ടല്ലോ അവർ ഇതുപോലെ തുപ്പിക്കളയും. മനുഷ്യൻ്റെ വില പോയല്ലോടാ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം മുത്തശ്ശ, എനിക്കൊരു ചാൻസും കൂടി. എടാ ഇനി നീ ചാൻസിൻ്റെ കാര്യം മിണ്ടരുത്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ തന്നെ സെലക്ട് ചെയ്യട്ടെ, അവർ തന്നെ പാചകം ചെയ്യട്ടെ, എന്നിട്ട് അവരെന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ ഓഹരി നമുക്കൂടെ വച്ച് തിന്നാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയം പറയുകയാണ്, അച്ഛ ഒരു കാര്യം ചെയ്യാം, ചോറായിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കാം, സലാഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ അച്ചാറും ചമ്മന്തിയൊക്കെ ഇവിടെ വേറെ ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് അവർ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദർശിനോട് ചോദിക്കണം, മുത്തച്ഛൻ ചോദിക്കണേ, എടാ ആദർശേ, എൻ്റെ കൊച്ചുമക്കളിലേക്ക് നല്ല സ്വഭാവമുള്ളോ നീ ആയിരുന്നല്ലോടാ, നീ കള്ളം പറയില്ലായിരുന്നല്ലോടാ, ഇപ്പോൾ വരാൻ പോകുന്നത് ഓണമാണ് വരാൻ പോകുന്നത്. ഈ ഓണത്തിൻ്റെ സമയമെന്ന് വെച്ചാൽ കള്ളവും ചതിയും കപടത്തരവും ഒന്നുമില്ലാത്തൊരു നല്ലൊരു മാസമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഈ ഒരു ചിങ്ങമാസം വന്നപ്പോൾ ജീവിതത്തിൽ കള്ളത്തരം പറയാത്ത നീ മുഴുത്ത കള്ളനായിട്ട് മാറിയല്ലോടാ ആദർശ്, ഇത് എന്താടാ നിനക്ക് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ മുത്തച്ഛ. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കാറ് വരികയാണ്. നോക്കുമ്പോൾ കാറിനകത്ത് നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ്.
നമ്മുടെ മുത്തച്ഛനെ നോക്കുമ്പോഴത്തേക്ക് ആ പിള്ളേച്ചനാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പിള്ളേച്ചനെ ഹഗ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തച്ഛൻ പറയുകയാണ്, ആഹാ ഇതാരാ പാചക ശിരോമണിയല്ലേ വന്നിരിക്കുന്നത്. എന്തായാലും അനിയുടെ കല്യാണത്തിന് ഇത്തവണയെങ്കിലും ഉണ്ടാവണം. ആദർശിൻ്റെ അവിയുടെയും കല്യാണത്തിന് പിള്ളേച്ചൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ പിള്ളേച്ചൻ പറയുകയാണ്, അതെ അത് എനിക്കന്ന് വരാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. പക്ഷേ അനിയുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. കാര്യം എനിക്ക് ഒരു 4-5 റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമുണ്ട്, അതിനായിട്ട് പോകണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിള്ളേച്ചൻ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് അനിക്ക്. അപ്പോൾ നമ്മുടെ ആദർശ് സെൽഫിയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം പിള്ളേച്ചനെയും കൊണ്ട് നമ്മുടെ മുത്തച്ഛനകത്തേക്ക് പോവുകയാണ്. മുത്തച്ഛൻ പറയുകയാണ് പിള്ളേച്ചന് കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്താ കൊടുക്കുന്നത്. അപ്പോൾ ഉടനെ ആദർശ് പറയുകയാണ്, ഇനിയിപ്പം ജ്യൂസ് അങ്ങനെ കൊടുക്കുക അല്ലേ. അപ്പോൾ അനി പറയണം, എന്തായാലും ഒരാൾക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം, ഞാൻ എന്തായാലും പോയി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അജയൻ പറയണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പെണ്ണുങ്ങളും വരുമല്ലോ, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്താ കൊടുക്കുന്നത്. അപ്പോൾ ആദർശ് പറയണേ, നമുക്കിപ്പോൾ എന്തായാലും വീട്ടിൽ വന്ന ഗസ്റ്റിനോട് ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാനും പറ്റില്ല, പാചകം ചെയ്യാൻ സഹായിക്കാനും പറയാൻ പറ്റില്ല. മുത്തശ്ശനാണെങ്കിൽ ഒട്ടും പറയില്ല, കാരണം ഈ വന്ന ആളാണെങ്കിൽ ഭയങ്കര വലിയ ഷെഫാട്ടോ. അദ്ദേഹത്തിന് ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളൊരു പുള്ളിക്കാരനാണ്. അപ്പോൾ ആദർശ് ചോദിക്കണം, അദ്ദേഹത്തിനോട് പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്നൊരു ഏകദേശ രൂപ എഴുതിയെങ്കിലും മേടിച്ചാലോ. അപ്പോഴുടനെ പറയണേ, അതൊന്നും വേണ്ട, അത് മോശമാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നൊക്കെ വിശ്വസിക്കുകയാണ്. വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ആരും ചെയ്യുന്നില്ല, ലൈക്കൊക്കെ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.